കേരളം കലാപഭൂമി, ഭയന്ന് ജനം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിട്ട് ഇന്നേക്ക് കൃത്യം 10 ദിവസം തികയുകയാണ്. മിനിങ്ങാന്ന് SFIയുടെ ഒരു മാർച്ച് തിരുവനന്തപുരത്ത് നടക്കുകയുണ്ടായി. സർവകലാശാലയിൽ വിജയിച്ചതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് ആ മാർച്ച്. ആ മാർച്ചിന് നേരെ KSU പ്രവർത്തകർ ആക്രമണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് KSUവും SFIയും തിരുവനന്തപുരത്ത് ഒരു രാത്രി അഴിഞ്ഞാടി. അന്ന് രാത്രി തിരുവനന്തപുരത്തെ ജനങ്ങൾ മണിക്കൂറുകളാണ് റോഡിൽ കെട്ടിക്കിടന്നത്. എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടി പോയ ജനങ്ങളാണ് ഇത്തരത്തിൽ മണിക്കൂറുകളോളം റോഡിൽ അനാഥരായി കിടന്നത്. അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരാളും ഉണ്ടായിരുന്നില്ല. തീർന്നില്ല കാര്യം. പിറ്റേ ദിവസം, അതായത് ഇന്നലെ, പ്രതിഷേധ സൂചകമായി SFI എല്ലാ SP ഓഫീസുകളിലേക്കും മാർച്ച് നടത്താൻ ആഹ്വാനം ചെയ്തു. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഓരോ ജില്ലയിലും SFI മാർച്ച് നടന്നു. കോട്ടയത്ത് മാത്രം മാർച്ച് നടന്നില്ല. ആ മാർച്ചിൽ കേരളത്തിലെ ജനങ്ങൾ വീണ്ടും ബന്ദികളായി. ഓരോ ജില്ലയിലെയും ജനങ്ങൾ ബന്ദികളായി. എന്തെല്ലാം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾ പുറത്തേക്കിറങ്ങുന്നത്. അങ്ങനെ ഭരണഘടന ഉറപ്പു നൽകുന്ന മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ലംഘിച്ചുകൊണ്ടാണ് SFI പ്രവർത്തകർ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം അഴിഞ്ഞാടിയത്. നിയന്ത്രിക്കാൻ പോലീസില്ല. എവിടെ ആഭ്യന്തര വകുപ്പ് എന്ന് ചോദിക്കുന്നു. ജനങ്ങൾ, കുട്ടികൾ മുതൽ പ്രായമായവർ വരെ റോഡിൽ മണിക്കൂറുകളോളം കാത്തുകെട്ടിക്കിടക്കുന്നു. ഒരു തരത്തിലും അഴിക്കാനാവാത്ത വിധത്തിലുള്ള ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിരിക്കുന്നു. ഇന്നലെ കൊണ്ടും തീർന്നില്ല കാര്യങ്ങൾ. ഇതാ ഇന്ന് വീണ്ടും ജനങ്ങളുടെ മുന്നിൽ ഇടിത്തീയായി പിണറായി വിജയന്റെ വീട്ടിൽ നടന്ന റെയ്ഡിനെ ചൊല്ലിയുള്ള കലാപം. കേരളത്തെ കലാപഭൂമിയാക്കിക്കൊണ്ട് CPM പ്രവർത്തകർ ഇന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഇടങ്ങളിൽ അഴിഞ്ഞാടുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി പൊതുജനങ്ങൾ, സാധാരണക്കാർ, ഇവിടുത്തെ നികുതി കൊടുക്കുന്ന സാധാരണക്കാർ മണിക്കൂറുകളോളം അവർക്ക് ഭരണഘടന നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യം പോലും അനുവദിക്കാനാവാത്ത വിധം അവർ റോഡുകളിൽ കെട്ടിക്കിടക്കുന്നു. അക്കൂട്ടത്തിൽ രോഗികളുണ്ട്, വൃദ്ധജനങ്ങളുണ്ട്, അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പല വിഭാഗത്തിലുള്ള മനുഷ്യരെ മുഴുവൻ ബന്ദികളാക്കിക്കൊണ്ടാണ് SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും CPM പ്രവർത്തകരും കഴിഞ്ഞ 3 ദിവസമായി കേരളത്തെ കലാപഭൂമിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധികാരമേറ്റെടുത്ത് 10 ദിവസം കഴിയുന്നതേയുള്ളൂ. അദ്ദേഹം നേരത്തെ ആഭ്യന്തര വകുപ്പ് കൈയാളിയ ആളാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ആഭ്യന്തര വകുപ്പിനെ നിയന്ത്രിക്കാനുള്ള ശേഷി ഉണ്ടെന്നായിരുന്നു കേരളത്തിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ എല്ലാം പിഴച്ചിരിക്കുന്നു. അദ്ദേഹം വെറും നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ് കണ്ടത്. ഇന്ന് കേരളത്തെ കലാപഭൂമി ആക്കി മാറ്റിയ CPM നടപടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി 6:40 ഇന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കണ്ടത്. രാവിലെ 8 മണി മുതൽ CPM പ്രവർത്തകർ കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരുന്നു. അപ്പോഴും അദ്ദേഹം മിണ്ടിയിട്ടില്ല. 6:45 മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ നിന്ന് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. അതായത് ED റെയ്ഡിനെ കുറിച്ച് സംസ്ഥാന പോലീസിനെ കേന്ദ്രം ഒന്നും അറിയിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. മുൻകൂട്ടി ഇത്തരമൊരു ജനക്കൂട്ടം തിരുവനന്തപുരത്തടക്കം അഴിഞ്ഞാടിയപ്പോൾ അങ്ങയുടെ പോലീസിന് ഇത്തരത്തിൽ കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുമായിരുന്നു. അങ്ങ് കൃത്യമായ നിർദ്ദേശം പോലീസിന് നൽകിയിരുന്നുവെങ്കിൽ. അങ്ങ് ഒരുപക്ഷെ പറഞ്ഞത് ആദ്യത്തെ ഒരു പോയിന്റ് ശരിയാണ്. കാരണം ഈ റെയ്ഡിനെ കുറിച്ച് കേന്ദ്രം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ രണ്ടാമത്തെ കാര്യം, CPM പ്രവർത്തകർ കലാപഭൂമിയാക്കി മാറ്റിയപ്പോൾ അങ്ങയുടെ പോലീസ് എന്തു ചെയ്യുകയായിരുന്നു, അങ്ങ് എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ചുരുക്കത്തിൽ കഴിഞ്ഞ 3 ദിവസമായി കേരളത്തെ SFI
ഐക്കാരും DYFIക്കാരും CPMകാരും കലാപഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വരുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങൾ അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവരെ ബന്ദികളാക്കിക്കൊണ്ടാണ് ഈ കേരളത്തെ CPMും SFIക്കാരും DYFIക്കാരും കലാപഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് നിസ്സംഗമായി നോക്കിക്കൊണ്ടിരിക്കുന്നു, നിസ്സംഗതയോടുകൂടി പോലീസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ കലാപകാരികളെ ഭയന്ന് ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ ഭയന്ന് വീട്ടിലിരിക്കേണ്ടുന്ന അവസ്ഥയാണോ വരാൻ പോകുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ 3 ദിവസത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ അത്തരമൊരു ദിനങ്ങളാണ് വരുന്നതെങ്കിൽ കേരളം ലോകത്തിലെ തന്നെ ജീവിക്കാൻ പറ്റാത്ത ഒരിടമായി മാറിയിരിക്കും. കാരണം മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയാണ് ഇവർ ലംഘിക്കുന്നത്, ഇവർ ഹനിക്കുന്നത്. ആ സഞ്ചാര സ്വാതന്ത്ര്യം അടിസ്ഥാനപരമായിട്ടുള്ള മനുഷ്യന്റെ ഒരു സ്വാതന്ത്ര്യമാണ്, നടക്കാനുള്ള അവകാശം. അതിനെപ്പോലും ലംഘിച്ചുകൊണ്ടാണ്, അതിനെപ്പോലും തടഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ CPMകാരും SFIക്കാരും DYFIക്കാരും കേരളത്തെ കലാപഭൂമിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അന്തവും കുന്തവുമില്ലാതെ ആഭ്യന്തര വകുപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നു, പോലീസ് നിസ്സംഗമായി നോക്കിക്കൊണ്ടിരിക്കുന്നു. സാക്ഷാൽ ബന്ദികളായിരിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.